നമ്മുടെ ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിക്കുന്ന ഒരുപാട് മഹാവസ്തുക്കൾ, ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങളും പുരാവസ്തുക്കളും നമ്മുടെ ഇന്ത്യയിലുണ്ട്. പക്ഷേ ഇത് മോഷണം പോവുക എന്ന് പറയുമ്പോൾ ഏറ്റവും വിഷമത്തോടു കൂടിയാണ് നമ്മുടെ രാജ്യം അതിനെ കാണുന്നത്. കാര്യം നമ്മുടെ ഭാവി തലമുറയ്ക്ക് കൈമാറാനുള്ള ഏറ്റവും വിലപിടിച്ച വസ്തുക്കൾ തന്നെയാണ്, അത് പലതും ആണ്. പക്ഷേ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നമ്മുടെ രാജ്യത്തുനിന്ന് ഒരുപാട് വിലപിടിച്ച വസ്തുക്കൾ മോഷണം പോയിരിക്കുന്നു. അത് ചിലപ്പോൾ വിഗ്രഹങ്ങളാകാം, അതല്ലെങ്കിൽ അത് ചിലപ്പോൾ നമ്മുടെ മ്യൂസിയത്തിലുള്ള സംഭവങ്ങളാകാം. എന്താണെങ്കിലും അത് നമ്മളെ വളരെയധികം വേദനിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. 2014 ശേഷം നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ഇങ്ങനെ ഒരുപാട് പുരാവസ്തു പൈതൃകങ്ങൾ തിരിച്ച് നമ്മൾ എടുക്കാൻ ഏറ്റവും അധികം ശ്രമിച്ചിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. അങ്ങനെ ഒരുപാട് വസ്തുക്കൾ നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ രാജ്യത്ത് നിന്ന് പോയത് നമ്മൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാർത്ത ഇപ്പോൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈയിടെ ആണ് പ്രധാനമന്ത്രി ഓസ്ട്രേലിയയിൽ സന്ദർശനത്തിന് പോയത്. ആ സന്ദർശനത്തിന് പോകുന്ന സമയത്ത് അത് വലിയ ഉഭയകക്ഷി ചർച്ചകൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും ഒക്കെയാണ് പ്രധാനമന്ത്രി വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും ഭാവി കാര്യങ്ങൾ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയും ഒക്കെ ആയിട്ട് ചർച്ച ചെയ്യാൻ പോയ സമയം തന്നെയായിരുന്നു. പക്ഷേ അതിനിടയിൽ നമ്മുടെ രാജ്യത്തിൽ നിന്നും മോഷണം പോയ കുറച്ച് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള കാർത്തികേയൻ്റെ വെങ്കല വിഗ്രഹം, നന്ദിയുടെ ശില്പം, ഭദ്രകാളിയുടെ രൂപം കൊത്തിവെച്ച തൃശൂലം, ഇത്രയൊക്കെ ഓസ്ട്രേലിയൻ മ്യൂസിയത്തിൽ ഉണ്ടെന്നുള്ള വിവരവും, അത് ഇന്ത്യക്ക് ഉഭയകക്ഷി ചർച്ചകൾ പ്രകാരം ഇന്ത്യയുടെ അവകാശം അംഗീകരിച്ചുകൊണ്ട് ഓസ്ട്രേലിയ ഇന്ത്യയിലേക്ക് തന്നെ അത് തന്നു എന്നുള്ള വാർത്തയുമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം ഇത് ഇന്ത്യയുടെ ചരിത്രവും ആത്മാഭിമാനവും സ്വന്തം മണ്ണിലേക്ക് മടങ്ങി വരുന്ന നിമിഷം കൂടിയാണ്. കാര്യം ഈ കാർത്തികേയൻ്റെ വെങ്കല വിഗ്രഹവും നന്ദിയുടെ ശില്പവും ഒക്കെ നഷ്ടമായത് തമിഴ്നാട്ടിൽ നിന്നായിരുന്നു. ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയി വിദേശത്തേക്ക് കയറ്റുമതി ചെയ്തതാണ്. പക്ഷേ അത് ഓസ്ട്രേലിയയിൽ എങ്ങനെയോ എത്തിപ്പെട്ടതാണ്. പക്ഷേ ഓസ്ട്രേലിയൻ മ്യൂസിയത്തിലാണ് ഇതിപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നത്. അപ്പം ഏതെങ്കിലും നമ്മുടെ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഇതേപോലത്തെ വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള കാര്യങ്ങളോ മോഷണം പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ ഈ മോഷ്ടിക്കപ്പെട്ട പുരാവസ്തു കണ്ടെത്തുക എന്നത് വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രക്രിയയൊന്നുമല്ല. രേഖകൾ പരിശോധിക്കണം, അതുകൂടാതെ തന്നെ കോടതി നടപടികളുണ്ട്, നയതന്ത്ര ചർച്ചകളുണ്ട്. 2016 ഈ തമിഴ്നാട് ഐഡൽ വിങ് CID രജിസ്റ്റർ ചെയ്ത ഈ FIRകളിൽ നിന്നാണ് അന്വേഷണം പതുക്കെ ആരംഭിച്ചത്. അങ്ങനെ ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻസ് നടത്തി ക്ഷേത്രരേഖകൾ, പഴയ ഫോട്ടോകൾ, ഗ്രാഫിക്സ്, സർക്കാർ ആർക്കൈവ്സുകൾ ഇതെല്ലാം പരിശോധിച്ചിട്ടാണ് ഇങ്ങനെ കംപ്ലീറ്റ് ആയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ വിലപിടിച്ച കാർത്തികേയൻ വിഗ്രഹവും, കാർത്തികേയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുരുകനാണ്, അപ്പം മുരുകൻ്റെ വെങ്കല വിഗ്രഹവും നന്ദിയുടെ ശില്പവും ഭദ്രകാളിയുടെ രൂപം കൊത്തിവെച്ച തൃശൂലവും നമ്മുടെ രാജ്യത്ത് നിന്ന് ഓസ്ട്രേലിയയിൽ മ്യൂസിയത്തിൽ ഇരിപ്പുണ്ട് എന്ന കാര്യം മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള നിയമ നടപടികൾ നടത്തുകയും ഇതിനൊപ്പം തന്നെ ഇപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ പോയ സമയത്ത് ഇതിനെക്കുറിച്ച് ഉഭയകക്ഷി ചർച്ചകൾ നടത്തുകയും അങ്ങനെ ഇന്ത്യയുടെ ആവശ്യം അംഗീകരിക്കുകയും ചെയ്താണ് ഇപ്പം ഈ 3 വിലപിടിച്ച ഈ വിഗ്രഹങ്ങൾ നമുക്ക് തിരിച്ച് ഓസ്ട്രേലിയ തരാൻ അംഗീകാരമാവുകയും ചെയ്യുന്നത്. ഇനി ആ വിഗ്രഹത്തെക്കുറിച്ച് ഒരു ചെറിയ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചോള കാലഘട്ടത്തിൽ കാർത്തികേയ വിഗ്രഹം എന്ന് പറഞ്ഞാൽ 14ാം നൂറ്റാണ്ടിലെ നന്ദി ശില്പം, അതേപോലെ ചോളകാലത്തെ തൃശൂലം എന്നിവയാണ് ഇപ്പോൾ നമുക്ക് തിരിച്ചെത്തുന്നത്. നിലവിൽ നാഷണൽ ഗാലറി ഓഫ് ഓസ്ട്രേലിയയിലുള്ള ഈ 3 പുരാവസ്തുക്കളും തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ നിന്നാണ് മോഷ്ടിച്ച് വിദേശത്തേക്ക് കടത്തിയെന്ന് പറയുന്നു. പക്ഷേ ഇതിനകത്തും ഒരു വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ തൃശൂലം നമ്മുടെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ സ്വാമിയുടെ അവിടെ നിന്നാണ് ഈ തൃശൂലം മോഷണം പോയതെന്ന് പറയുന്നു. അത് ഈ വിഗ്രഹം എഴുന്നള്ളിക്കുന്ന സമയത്തൊക്കെ കൊണ്ടുപോകുന്ന തൃശൂലമായിരുന്നത്. പക്ഷേ തമിഴ്നാട്ടിൽ നിന്നാണ് ഇത് മോഷണം പോയി എന്ന് പറയുന്നത്. പക്ഷെ അതെങ്ങനെ കണക്ട് ചെയ്യുമെന്നറിയില്ല. പക്ഷെ ഇങ്ങനെയാണ് ഇതിനെക്കുറിച്ചുള്ള വാർത്തകളിൽ കണ്ടിരിക്കുന്നത്. പിന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഈ മ്യൂച്വൽ ലീഗൽ അസിസ്റ്റൻസ് MLAT എന്ന് പറയുന്ന ഒരു ചർച്ചകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ പ്രകാരമാണ് അത് ഇന്ത്യക്ക് കൈമാറുന്നത് എന്നും അറിവായിട്ടുണ്ട്. ഈ കാർത്തികേയ വിഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് മുരുകൻ, സ്കന്ദൻ, സുബ്രഹ്മണ്യൻ തുടങ്ങി ഈ ഷൺമുഖൻ്റെ ശിലാവിഗ്രഹം 9 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൊത്തിയെടുത്ത ഒരു ശില്പമായിരുന്നു ഇത് തമിഴ്നാട്ടിലെ കുംഭകോണത്തിനടുത്തുള്ള മണമ്പാടി നാഗനാഥ ക്ഷേത്രത്തിൽ നിന്നാണ് ഇത് മോഷണം പോയിരിക്കുന്നത്.
അതേപോലെ തന്നെ തിരുവാരൂർ ജില്ലയിൽ കടുവംകുടി കൈലാസനാഥ ക്ഷേത്രത്തിൽ നിന്നുള്ള നന്ദിയുടെ ശിലാശില്പമാണ് രണ്ടാമത്തെ വസ്തു. ഇത് 13-ാം നൂറ്റാണ്ടിനും 16-ാം നൂറ്റാണ്ടിനും ഇടയിൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഈ 1 മീറ്റർ നീളമുണ്ട് ഈ നന്ദി ശില്പത്തിന്. ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തതായിരുന്നു ഈ ശില്പം. അപ്പം ഇതിന് ഏകദേശം ഈ വൈഡൽ വിങ് കണക്ക് കൂട്ടിയപ്പോൾ ഇതിനകത്ത് ഏകദേശം ഒരു 4 കോടി രൂപ സാമ്പത്തിക മൂല്യമുള്ള വിഗ്രഹങ്ങളൊക്കെ തന്നെ ആയിരുന്നു ഇതെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഈ ഭദ്രകാളി രൂപമുള്ള അപൂർവ തൃശൂലം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് വസ്തുക്കൾ തിരികെ എത്തുന്ന ഈ 3 വസ്തുക്കളിൽ ഏറ്റവും വേറിട്ട് നിൽക്കുന്നതും വിലപിടിച്ചതുമായിട്ടുള്ളതാണ് ശ്രീ കാശി വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ള ഈ ലോഹ തൃശൂലം. അപ്പം ഇത് ക്ഷേത്രത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ പ്രതീകമായി കരുതിയിരുന്ന ആചാരപരമായ ഒക്കെ ഒരു തൃശൂലമാണിത്. പക്ഷേ ഇത് ചോള കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടതും 46 സെൻറ്റിമീറ്റർ ഉയരമുണ്ട്, 1 സെൻറ്റിമീറ്റർ വീതിയുണ്ട്. ഉത്സവങ്ങളിലും മതപരമായ ഘോഷയാത്രകളിലും ഒക്കെ ഇത് ഉപയോഗിച്ചായിരുന്നു. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ കാർത്തികേയ വിഗ്രഹവും നന്ദി ശില്പവും ഈ പറയുന്ന തൃശൂലം, ഭദ്രകാളിയുടെ പേര് കൊത്തിവെച്ചിട്ടുള്ള തൃശൂലവും വളരെ വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. ഇത് ഇന്ത്യക്ക് തിരിച്ചു കിട്ടുക എന്ന് പറയുമ്പോൾ അതിൽ പരം അഭിമാനം ഇല്ല വേറെ. കാരണം ഇത് ഓസ്ട്രേലിയയിലെ മ്യൂസിയത്തിൽ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. കാരണം അവർക്ക് അതിൻ്റെ വാല്യൂ അറിയില്ല. പക്ഷേ നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഏറ്റവും മൂല്യം ഏറിയ ഈ വിഗ്രഹങ്ങളൊക്കെ ഇതെങ്ങനെ മോഷണം പോയി എന്നൊന്നും നമുക്കറിയാൻ കഴിയില്ല. കാര്യം ഇത് കയറ്റുമതി ചെയ്തോ, ഇത് പല വിദേശ രാജ്യങ്ങളിലും ഇങ്ങനെ പല സാധനങ്ങളും ഇന്ത്യയുടെ ഏറ്റവും വിലപിടിച്ച കാര്യങ്ങൾ മോഷണം പോയിട്ടുണ്ട്. അപ്പം ഈ തൃശൂലത്തിൻ്റെ മുകളിലാണ് ഈ ഭദ്രകാളി രൂപം കൊത്തിവെച്ചിരിക്കുന്നത് എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഇങ്ങനെ കുറേ വർഷങ്ങളായി, ഏതാനും വർഷങ്ങളായി ഈ 100 കണക്കിന് ഈ മോഷ്ടിക്കപ്പെട്ട പുരാവസ്തുക്കളൊക്കെ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. ഇതിൻ്റെ ഒരു ശ്രമഫലമായിട്ടാണ് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയ, അമേരിക്ക, കാനഡ, UK തുടങ്ങിയ പല രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ ഈ ഇതുപോലുള്ള വിഗ്രഹങ്ങളും നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള തിങ്സ് ഒക്കെ തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയുന്നത്. അതെല്ലാം സംഭവിച്ചത് തന്നെ 2014 ശേഷം നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ്. നമ്മുടെ രാജ്യത്തിൻ്റെ മൂല്യവും സാംസ്കാരിക പൈതൃകവും അതുപടി തന്നെ നിലനിർത്തണം എന്ന ഒരു മോട്ടീവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ മോഷണം പോയതൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ തുടങ്ങിയതും. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മുമ്പ് മോഷണം പോയ ഇതാണ് നടരാജ വിഗ്രഹം. തമിഴ്നാട്ടിൽ നിന്ന് തന്നെയാണ് ഈ നടരാജ വിഗ്രഹം മോഷണം പോയത്. അത് ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെ കണ്ടുകിട്ടിയിരുന്നു. ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെയാണ്, ഓസ്ട്രേലിയൻ മ്യൂസിയത്തിൽ നിന്ന് തന്നെയാണ് അതും അന്ന് കൊണ്ടുവന്നത്. അതിനുപരിയായിട്ടാണ് ഇപ്പം ഈ പറയുന്ന 3 വിലപിടിച്ച വസ്തുക്കൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. രണ്ടാമത്തേത് അന്നപൂർണ ദേവി വിഗ്രഹം. ഇത് കാനഡയിൽ നിന്നാണ് കണ്ടുകിട്ടിയത്. പിന്നെ നമ്മുടെ രാജ്യത്തിൽ ബാഹുബലി ശില്പം ശരിക്കും പറഞ്ഞാൽ മോഷണം പോയി. അത് കിട്ടിയത് അമേരിക്കയിൽ നിന്നാണ്. യക്ഷിണി ശില്പം ബ്രിട്ടനിൽ നിന്ന്. ഇങ്ങനെ ഓരോ നമ്മൾ കണക്കെടുത്ത് നോക്കുമ്പോൾ ഒരുപാട് വിലപിടിച്ച കാര്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് മോഷണം പോയിട്ടുണ്ട്. പക്ഷേ ഇത് ഓരോന്നായി ഇന്ത്യ തിരിച്ചു പിടിക്കുക എന്ന് തന്നെ. ഇന്ത്യ ഇപ്പം ഓസ്ട്രേലിയ ആയിട്ട് പ്രധാനമന്ത്രി സന്ദർശനത്തിന് പോയി, മറ്റു പല കാര്യങ്ങളും വളരെ സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻ ഒക്കെ നടക്കുന്നതിനൊപ്പം തന്നെ ഇന്ത്യയുടെ ഈ പൈതൃകങ്ങളെ തിരിച്ചെത്തിക്കുക, ഇത് ഭാവി തലമുറയ്ക്ക് കൈമാറാനുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇത് മോഷണം പോയാൽ ശരിയാവില്ല എന്ന് പ്രധാനമന്ത്രിയുടെ ആ നിശ്ചയദാർഢ്യമാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാകുന്നത് എന്ന് വേണം കരുതാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.